പാട്ടിൽ നിന്നും വീണ്ടും അനുകരണ കലയായ മിമിക്രിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, മിമിക്രി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങളൊക്കെ സ്വന്തം ശബ്ദത്തിലൂടെ അനുകരിച്ചുകൊണ്ട് ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുൽ ജയസ്, പ്ലീസ് വെൽക്കം. ഒരു നല്ല കൈയ്യടി കൊടുക്കണം പ്ലീസ് എല്ലാവരും. താങ്ക് യു. ഹലോ 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 ഹലോ. അപ്പൊ അതില് എല്ലാവരും ഇങ്ങനെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. തീർച്ചയായിട്ടും. എന്താണ് സംഭവം? ഓക്കെ, നമ്മൾ ഐറ്റത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വാർണിംഗ് മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അതെന്താണ്? നമുക്കറിയാം, ഈ ഒരു സമയത്ത് വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വാർണിംഗ് മെസ്സേജ് കാണും. തീർച്ചയായും തീർച്ചയായും. തിയേറ്ററിലൊക്കെ അടുത്ത കാലം വരെ അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടായിരുന്നു. കുറച്ച് മുൻപ് വരെ നമ്മളെ ഗോപൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാർണിംഗ് മെസ്സേജ്, ലഹരിക്കെതിരായിട്ടുള്ള ഒരു വാർണിംഗ് മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഐറ്റത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. ഒരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. നിങ്ങൾ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കൈ എടുക്കരുമോ? ഓക്കെ ഓക്കെ ഓക്കെ. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support any type of tobacco products such as BD, cigarette, cane, Zerda, etc., and all their promotions in any manner. അടിപൊളി. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പ്രതികരിക്കാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. താങ്ക് യു. ഇനി നമുക്ക് നമ്മൾ ഐറ്റത്തിലേക്ക് കടക്കാം. ഓക്കെ. ഇതിന്റെ പേരാണ് ബീറ്റ് ബോക്സിംഗ്. സ്വന്തം ഖണ്ഡനാളങ്ങൾ കൊണ്ട് നമ്മൾ DJ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ. അപ്പൊ ഈ DJ ശബ്ദങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ജാസ് ഡ്രംസ് എന്നുള്ള ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദമാണ്. അപ്പൊ ജാസ് ഡ്രംസിന്റെ ഒരു താളം ആണ് ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടെ കൈയടിക്കണം. ഓക്കെ. അടുത്ത് വ്യത്യസ്തമായിട്ടുള്ള 7 ശബ്ദങ്ങൾ ഒരേ സമയം നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു DJ മിക്സിൽ മിക്സ് ചെയ്യുന്നത് പോലെ ഒരേ സമയം 7 ശബ്ദങ്ങൾ നിങ്ങൾ കൗണ്ട് ചെയ്യാം. ഓക്കെ. ഒരാള് തൊണ്ട കൊണ്ടാണ് ഇതൊക്കെ അനുകരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ പ്ലീസ്. അടുത്തെന്താണ്? വളരെ പരിചയമുള്ള ഐറ്റങ്ങളാണ് ഫ്യൂഷൻ. വയലിൻ ഫ്യൂഷൻ, ഗിറ്റാർ ഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള 2 ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ ഒരേ സമയം ഫ്യൂഷൻ ചെയ്യാൻ പോകും. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം തനതായ ഇൻസ്ട്രുമെന്റ് ആണ് മൃദംഗമാണ്. മൃദംഗം. തൊട്ട് മുൻപേ ഞാൻ വായിച്ച് ജാസ് ഡ്രംസ്. ഇത് രണ്ടും ഒരുമിച്ചുള്ള ഒരു ബീറ്റ് ആണ് വായിക്കാൻ പോകുന്നത്. ഓക്കെ.
താങ്ക് യു. അടിപൊളി. നമുക്ക് വളരെ പരിചയമുള്ള കുറച്ച് ശബ്ദങ്ങൾ ആ. നമ്മൾ DJ മിക്സ് ആക്കി മാറ്റാൻ പോവാണ്. അതെങ്ങനെയാണ്? നമ്മളൊക്കെ വീട്ടിലൊക്കെ പിടക്കോഴികളൊക്കെ ഉണ്ടാവും. ആ, ഈ പിടക്കോഴി ഇങ്ങനെ മുട്ടയിടാൻ വരുന്ന ഒരു പ്രത്യേക ശബ്ദമുണ്ട്. അതെ അതെ അതെ. ആ പിടക്കോഴി മുട്ടയിടാൻ വരുന്ന പ്രത്യേക ശബ്ദം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആ. ഈ സമയത്ത് കോഴിക്ക് നമ്മൾ DJ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. പടക്കോഴി മുട്ടയിടുമ്പോ DJ ആ, mix. അതെ. ഓക്കെ മുട്ട ഇട്ടുകൊണ്ട് നമ്മൾ DJ ഇട്ട് കൊടുക്കുക. ഓക്കെ. Let's actually make this DJ for me. താങ്ക് യു. അടിപൊളിയാണ്. നമ്മളെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു പോവാണ്. ഓക്കെ. നമ്മൾ DJ വിടാൻ പോവാണ്. ഹെലികോപ്റ്റർ DJ. ഓക്കെ. താങ്ക് യു. അടിപൊളി. നല്ല വളരെ പരിചയമുള്ള ശബ്ദമാണ് ആ. ഈ സൂട്ട് കേസിന്റെ അല്ലെങ്കിൽ ബാഗുകളുടെ ഒക്കെ സിബ് ഇങ്ങനെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ശബ്ദം. സിബ്. ഓക്കെ. ആ, അപ്പൊ സിബ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് ഇടാൻ പോവാണ്. ഓക്കെ. ഓക്കെ. താങ്ക് യു. അടിപൊളി. സ്ത്രീകൾക്ക് വളരെ നല്ല പരിചയമുള്ള ശബ്ദമായിരിക്കും. ഫ്ലാസ്കിലേക്ക് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴുകി ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശബ്ദം. ഈ വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം അവസാനമായിട്ട് ഒരു വെള്ളത്തുള്ളി കൂടി ഫ്ലാസ്കിലേക്ക് വീഴാണ്. ആ, അപ്പൊ വെള്ളത്തുള്ളിയുടെയും ഫ്ലാസ്കിലേക്ക് വീഴുന്ന വെള്ളത്തിന്റെയും ഒരു താളം നമ്മൾ വായിക്കാൻ പോവാണ്. അത് DJ ആക്കാം. അതും നമ്മൾ മിക്സ് ആക്കും. ഓക്കെ. അടിപൊളി. നല്ല ഒബ്സർവേഷൻ ആണ്. അതിന് അധികാരം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ശബ്ദമാണ്. അടുത്തേട്ടാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ ഒരു വ്യത്യസ്തമായ ഐറ്റം ചെയ്യാൻ പോവാണ്. എന്താണ്? പ്രതിവേട്ടൻ വേണമെങ്കിൽ 2 സ്റ്റെപ്പ് അങ്ങോട്ടേക്ക് ഇറങ്ങാം. എന്തിനാണ്? നമ്മൾ ഇവിടെ ഒരു DJ മിക്സ് വെക്കാൻ പോവാണ്. Okay. റൂമാണെന്ന് കരുതുക. ഇതൊരു DJ പാർട്ടി നടക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു കോൾ വന്നു. കോള് വന്നു. ഓക്കെ. ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറയ്ക്കും. കുറക്കില്ല. നമുക്ക് കോൾ എടുത്തേ പറ്റുള്ളൂ. അതെ. അപ്പം ഇവിടെ കേൾക്കുന്ന ശബ്ദം നമ്മൾ ഡോർ അടിച്ചു കഴിഞ്ഞാലും പുറത്ത് നമുക്ക് കേൾക്കാം. കേൾക്കാം. കുറച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി വരുന്ന സമയത്ത് അകത്തുനിന്ന് നമ്മൾ കേൾക്കാം. പക്ഷേ ഈ 2 ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? DJ പമ്പിനകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ശബ്ദം. നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഹോം തിയേറ്ററിൽ നല്ല ശബ്ദത്തിൽ പാട്ട് വെക്കുമ്പോഴും അതെ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ചിലപ്പോൾ അലക്കായിരിക്കും, മറ്റെന്തെങ്കിലും വർക്ക് എടുക്കുകയാണെങ്കിലും അകത്തുള്ള പാട്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാം. കേൾക്കാം. പുറത്തൊരു മുഴക്കമാണ് കേൾക്കുക, അതെ. അകത്ത് നമുക്ക് ശരിക്കും കേൾക്കാം. കേൾക്കാൻ അപ്പൊ ഈ 2 വ്യത്യാസമാണ് കാണിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇറങ്ങിയാൽ മതി. ഓക്കെ. റെഡി. ഓക്കെ, റെഡിയാണ്. അപ്പൊ നമ്മൾ ആദ്യം അകത്തുനിന്നൊരു DJ മിക്സ് ഇങ്ങനെ കേൾക്കാൻ പോവാണ്. DJ പമ്പിനകത്താണ്. ഓക്കെ, ഞാൻ പറയുമ്പോ ഇങ്ങനെ റെഡി. ഓക്കെ, റെഡി.
നല്ല കഴിവുണ്ട് കേട്ടോ. ഇതുവരെ കുറെ ശബ്ദങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ. അടുത്തായിട്ട് നമ്മുടെ മുൻപിലേക്ക് നമുക്ക് വളരെ പരിചയമുള്ള ആ. രാഷ്ട്രീയ നേതാക്കൾ DJയുമായിട്ട് എത്തുക. രാഷ്ട്രീയ നേതാക്കളിന് DJ ഉണ്ടോ? ആദ്യമായിട്ട് നമ്മള് വിഗ്രഹമായിട്ട് കാണുക. ഓക്കെ. ആദ്യമായിട്ട് നമ്മളെ ബഹുമാനിയായിട്ടുള്ള മുഖ്യമന്ത്രി സാറാണ്. ഓക്കെ, ഒരു DJ മിക്സ് ആയിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം സംസാരിച്ച് അങ്ങ് DJയിലേക്ക് പോവാണ്. ശരി. ഇവിടെ എല്ലാവർക്കും DJയിലൂടെ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് DJ കയറി വന്നത്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട. ആ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട, മനസ്സിലായോ? അതുകൊണ്ട് വിരട്ടലും 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 വേണ്ട. വിരട്ടലും 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 വേണ്ട. പ്രതിമേ, കടക്ക് 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 പുറത്ത്, കടക്ക് 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 പുറത്ത്. താങ്ക് യു. അടിപൊളി. അടുത്തായിട്ട് നമ്മുടെ മുമ്പിലേക്ക് DJ ആയിട്ട് നിന്നത് നമ്മുടെ SNDPയുടെ സമുദായ നേതാവ് വെള്ളാപ്പള്ളി സാറാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കളർ ലൈറ്റ് കാണുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മഞ്ഞ ലൈറ്റ് ഇടാനാണോ? ഓക്കെ ഓക്കെ. ഒരു പൂരം പറയുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞ 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 തരത്തിലുള്ള ലൈറ്റാണ് ഇടുന്നത്. ഈ പലതരത്തിലുള്ള ലൈറ്റുകളിട്ടിട്ടാണ് എന്ത് പ്രോഗ്രാമാണ് നമ്മുടെ SNDP സാഗാമുഖമാണെങ്കിൽ എല്ലാം മഞ്ഞ മഞ്ഞ ലൈറ്റ് SNDP സാഗാമുഖം മഞ്ഞ 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 SNDP സാഗാമുഖം മഞ്ഞ മഞ്ഞ അടിപൊളി. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് DJ ആയിട്ട് എത്തുന്നത് നമ്മളെ അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ്. ഓക്കെ. UDF ഗവൺമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കഴിഞ്ഞ 45 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞ എന്താ? ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ഒരു കൂടി നമ്മൾ ചെയ്യാണ്. അടുത്തതായിട്ട് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്. അദ്ദേഹം DJ ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഒരു ഓണാശംസ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു ഓണാശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സംസാരിക്കാം. ഓക്കെ. मेरे प्यारे देशवासियों, आज मध्यरात 12 बजे में 2000 रुपए और 500 रुपए लीगल टेंडर नहीं रहे थे. അദ്ദേഹം ഓണാശംസ പറയാൻ പോവാണ്. ഓണം സമൃദ്ധിയുടെയുമ സന്തോഷത്തിന്റെയും ഉത്സവമാണ്. വേലിയണ മഹാനായ നാട വാഴയുടെ ഉത്സവമാണ്. എന്റെ എല്ലാ
മലയാളികൾക്കും ഓണാശംസ. താങ്ക് യു. ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു താളം കൂടി വായിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കൂടെ ചേരില്ലേ? കൈയടിക്കില്ലേ? കൈയടിക്കില്ലേ? നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു താളമാണ് വായിക്കാൻ പോകുന്നത്. കൈയടിച്ചോട്ടോ. ഇത് ഡോൾ മേളം എന്ന് പറയുന്നത് ഡോൾ ബീറ്റ്, ഡോൾ താളം എന്നാണ് പറയാ. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള താളമായിരിക്കും. ഓക്കെ, അപ്പൊ കൂടെ കൈയടിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കും. ഓക്കെ, റെഡി അല്ലേ? നല്ല കൈയടി തരുമോ? താങ്ക് യു പ്രിയമുള്ളവരെ. എന്തായാലും അതുൽ ജയസ് എന്ന ഈ ഒരു കലാകാരന് നമ്മുടെ ഈ നാടിന്റെ സ്നേഹം ഒരു നല്ല കൈയിലൂടെ നൽകണം പ്ലീസ്. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് ഈ കലാകാരനെ ചട്ടെന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. വീണ്ടും അടിപൊളി ഗാനങ്ങളുമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായകർ വേദിയിലേക്ക് എത്തുന്നു. എല്ലാവരും ഒരിക്കൽ കൂടെ നല്ല വേണ്ടി പ്ലീസ്. എവിടെ? ഓക്കെ, താങ്ക് യു. തുടങ്ങിയ നിരവധി മിമിക്രി വേദികളിൽ ശ്രദ്ധേയനായ ഒരു കലാകാരൻ മിസ്റ്റർ ഷൈജു പേരാമ്പ്ര. പ്ലീസ് വെൽക്കം ഷൈജു. നേരത്തെ മഞ്ഞത്തവളയായിട്ട് വന്നാണ്, ഇപ്പൊ ഒരു മനുഷ്യക്കോളത്തിലേക്കാണ് വന്നത്. എന്തായാലും അടിപൊളി ഷൈജു. അത് ഓണാക്കി അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ഷൈജു, എന്താണ് മിമിക്രി ആണോ? എന്താ ചെയ്യാൻ പോണേ? നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്, പക്ഷെ ഒരു ശബ്ദവും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത്തരത്തിലുള്ള ചില ശബ്ദങ്ങളോട് ഇന്ന് കടന്നു ചെല്ലുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്തായാലും ഉണ്ടാവും, കൈയടി എന്തായാലും ഉണ്ടാവും. ഒരു നല്ല കൈയടി തന്നെ പ്ലീസ്. ഓക്കെ, ഇത് അവസാനം വരെ ഉണ്ടാവണം കേട്ടോ. ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യമായി പ്രകൃതിയിലെ വ്യത്യസ്തമായ പക്ഷികളുടെ ശബ്ദങ്ങളാണ്. ഇതിന് നല്ല ഡിലേ കൂട്ടി തരണം. പട്ടികളുടെ ഹലോ, പട്ടികളല്ല, പക്ഷികൾ, കിളികള്. ഹലോ ഹലോ ഹലോ. അപ്പൊ അവതരിപ്പിക്കട്ടെ? അല്ല, നിങ്ങൾ കുറഞ്ഞു പോയോ? മക്കളെ നല്ല കൈയടി തന്നെ മക്കളെ. ഓക്കെ, പ്രകൃതിയിലെ വ്യത്യസ്തമായ പക്ഷികൾ. നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഞാൻ മീൻ മുറിക്കാൻ നിൽക്കല്ലേ എന്റെ വീട്ടില്. നിങ്ങൾക്ക് പരിപാടി മുറ്റടിച്ചു വരാ, പാത്രം കഴുകാന്നല്ലാതെ മീൻ മുറിക്കാനും നിന്നെ കിട്ടൂല. ഇതൊക്കെ ഞാൻ ചെയ്യണ്ട്. ഇതൊന്നും ചെയ്തില്ല. ഭാര്യയുടെ അമ്മേനെ തന്നെ ഭാര്യയും ചേർത്തിന്നാൽ ചൂരണ്ട് പുറത്തടിച്ച് കളഞ്ഞടേ. എടാ, അതൊക്കെ ആൾക്കാർ കേക്ക് വിളിച്ചു പറയണം, മോശമല്ലേ ഇതൊക്കെ? അത് മോശം. എനിക്ക് കിട്ടിയ ഞാൻ തുറന്നു പറയും. ഈ കൂട്ടത്തിൽ കിട്ടിയിട്ട് മിഡ്നൈറ്റ് നടക്കുന്ന എത്ര എണ്ണ ബേക്കിൽ നിൽക്കുന്നത് നോക്ക്. അപ്പൊ അതെന്തായാലും അവിടെ കട്ടെ. മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്ത് വന്നിരിക്കുന്ന പൂച്ചനെ കണ്ടിട്ടുണ്ടെങ്കിൽ പൂച്ച എങ്ങനെ ഉണ്ടാവുക? കാണുമ്പോ സങ്കടം വരും. അപ്പൊ ഒരു മീനിന്റെ കഷ്ണല്ല കൊടുക്കാന്ന് വന്നാ ഒരു ഫുള്ള് മീൻ കൊടുക്കാൻ തോന്നും. അപ്പൊ പൂച്ചേന്റെ മുഖം എങ്ങനെ ഉണ്ടാവും? അപ്പൊ മുഖം ഇഷ്ടപ്പെട്ട ഒരു കയ്യടി തരാം കേട്ടോ. കറക്റ്റ് ഫിഗർ. അയ്യോ, അപ്പൊ തൊട്ടടുത്ത് മറ്റൊരു പൂച്ച വന്നാൽ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടുത്തെ പൂച്ച
അങ്ങനെ പൂച്ചേനൊക്കെ എറിഞ്ഞു ഓടിച്ചു. അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ചട്ടിയൊക്കെ കണ്ടം പൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. അതെ, ശ്രദ്ധിക്കുക. ആ കറക്റ്റ് ആണല്ലോ. ഈ പ്രണയം ഇവിടെ അവസാനിച്ചു. അടുത്ത പ്രസവമാണ്. പൂച്ച പ്രസവിക്കോ? അല്ല, പൂച്ച മുട്ടയിടലാണ്ടോ? ഇവിടെ എന്റെ ഭാവന മിമിക്രിയുടെ ഭാവനയെ ആ കോട്ടപ്പറമ്പിലേക്ക് ആയിരിക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാറ്റുലേഷൻ, നിങ്ങളൊരു അച്ഛനായിരിക്കുന്നു. ഒരാവേശം പറഞ്ഞു. അധികം ആവേശം വേണ്ട. അടുത്ത എന്താണ്? പട്ടികളുടെ ശബ്ദമാണ്. അത് എന്റെ മുഖത്തിന് തന്നോ പട്ടികളുടെ ശബ്ദം. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികളെ വളർത്താറുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികളോട് ശബ്ദ വ്യത്യാസമാണ്. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. ഏതോന്റെ വീട്ടിലെ പട്ടിയാണെങ്കിലും വിശന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ ശബ്ദം ഉണ്ടാവും, ഈ ശബ്ദം. ഈ രണ്ട് പട്ടി ഒരേ സമയം കുറയ്ക്കോ? അതെങ്ങനെയാ? അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം. പ്രസവിച്ച് വാടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞിന് 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദ വ്യത്യാസം. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് കരയും. ഇങ്ങനെ കരഞ്ഞൊടുക്കാൻ ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പോൾ ശബ്ദം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞോടിക്കും. നമ്മളെന്ത് ചെയ്യും? ഞാനാണ് ഒറ്റ അടിയുണ്ട്. അല്ല, അമ്മമാരെന്ത് ചെയ്യും? അമ്മമാർ അമ്മിഞ്ഞ പാല് കൊടുക്കും. ആ നോക്കി നിൽക്കില്ല. നേരത്തെ അടുത്ത് അടിയിട്ട് നമുക്ക് അല്ല, രണ്ട് ശബ്ദം ഒരുമിച്ച്. രണ്ട് ശബ്ദം. കുട്ടിയുടെ കരച്ചിലും അമ്മയെ താരാട്ട് പാടും. അടുത്ത ടീഷർട്ടിന്റെ സിബ് വലിക്കുള്ള ശബ്ദമാണ്. ടീഷർട്ടിന്റെ സിബ്. ഈ ടീഷർട്ട് വികൃതിയായ കുട്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിലോ എന്താ ചെയ്യാ? അവര് ടീഷർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്ന കേട് പറ്റും. കേട് വന്നു കഴിഞ്ഞാലോ ഓയ് മാമനോ? അല്ല കോമ അല്ല. അയ്യോ, രക്ഷപ്പെട്ടു. ഈ വികൃതിയായ കുട്ടിയുടെ കയ്യിൽ ഒരു കാറ്റ് നിറക്കാത്ത ബലൂൺ കിട്ടിയ എന്താ സ്ഥിതി? ബലൂൺ കിട്ടിയ എന്ത് ചെയ്യും? ബലൂൺ കൈ കിട്ടിക്കഴിഞ്ഞാ വലിച്ചിങ്ങനെ വിടും. ഇങ്ങനെ പിടിക്കുന്നതിന് ഇല്ല മാമ. ഇല്ല മാമ. നിങ്ങളെ കരുനാക്ക് പോലെ തന്നെ പോയി പൊട്ടിപ്പോയി. ഇനി വീട്ടുകാർ കാണാതെ അത്ര കഷ്ടം കൊടുക്കും. വീർപ്പിച്ച ബലൂണിന്റെ കഷ്ടം എടുത്തിട്ട് ചെറിയ കഷ്ണല്ലേ, അതുകൂടെ കുത്തിപ്പൊട്ടിച്ചാലും
അവസാനമായിട്ട് ഒരു പൂച്ച പാട്ട് പാടുന്ന പൂച്ച പാട്ടും പാടും. പാട്ടൊക്കെ പാടും. ഏത് പാട്ടാ? എന്റെ കൽപ്പിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ. ഈ പാട്ട് പൂച്ച പാടും, മ്യൂസിക് വായിക്കും. ഓക്കെ. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രിയമുള്ളവരെ. ഈ ഇനത്തിൽ നിന്നും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ അടിപൊളി ഗാനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഗായകരെ ഒരിക്കൽ കൂടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രദീപ് ബാലൻ. ഹലോ താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി 1-2 ഇനങ്ങൾ കൂടെ നമുക്ക് ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ഇനത്തിലേക്ക് ഞാൻ നേരത്തെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ സ്വന്തം ഒളവണ്ണക്കാരനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രകീഷ് ഒളവണ്ണയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, കുറെ സിനിമാ താരങ്ങളുടെ ശബ്ദമൊക്കെ അനുകരിച്ചുകൊണ്ട് TV ഷോകളിലൂടെയൊക്കെ ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് പ്രകീഷ്. പ്രകീഷ്, എന്താണ് ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ്? ആദ്യം തന്നെ നമ്മുടെ ഈ അടുത്ത് ഹിറ്റായ ലാലേട്ടന്റെ പടത്തിലെ വില്ലൻ തുടരും എന്ന സിനിമയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ലാലേട്ടൻ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്ന സിനിമയാണ് തുടരും എന്ന സിനിമയിൽ ഹിറ്റായ ഒരു കഥാപാത്രമാണ് ആ സിനിമയിലെ വില്ലൻ. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. പ്രകാശ് വർമ്മ സാറിന്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. അധികം ആരും അനുകരിക്കാത്ത ഒരു ഇനമാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പ്രകാശ് വർമ്മ എന്ന താരം. 36 വർഷമായിടാ ജോർജെ ഞാൻ പോലീസ് കയറിയിട്ട്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ റിഗ്രറ്റ്സ് ഒന്നുമില്ലടാ. നാളെ DYSP മെഡലും വാങ്ങി ഞാൻ ഇറങ്ങുമ്പോ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണാ. അടിപൊളി. ഈ സിനിമ കണ്ട് ആളുകൾക്ക് അറിയാം, ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ ശബ്ദത്തിനുടമ. എന്തായാലും നിങ്ങൾ കാണാത്തവര് തീർച്ചയായിട്ടും ആ സിനിമ കാണുക, ഈ വില്ലനെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് പ്രതീക്ഷ? അടുത്തത് നമ്മുടെ കോഴിക്കോട്ടുകാരനായ നമ്മുടെ ഹരീഷ് കണാറിന്റെ ശബ്ദമാണ്. ഓക്കെ, അധികം ആരും മിമിക്രിയിൽ അനുകരിക്കാത്ത ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഹരീഷിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ശിവാനന്ദ, ഈ ജാലിയം ബാലാബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മതില. ശിവാനന്ദ, ഈ ജാലിയം ബാലാബാഗിന്റെ അകത്തേക്ക് കടുക് പൊട്ടിക്കാൻ നിൽക്കേണ്ടിട്ടോ. ഉമ്മറിട്ട് ഈ ഒരു നൂലിനങ്ങോട്ട് അടങ്ങിക്കാളാ. ഓക്കെ, അടിപൊളി. അടുത്തത് എന്താണ്? അടുത്തത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ സാർ. ഓക്കെ. ഹലോ, വെരി ഗുഡ് മോർണിംഗ്, സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ മാസം 2-ാം തീയതി, കൊല്ലവൃക്ഷം 1200-ാം ആണ്ട് ചിങ്ങമാസം 16, സൂപ്പർ മൺഡേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എത്തിയിരിക്കുന്നു വടകരയിൽ. കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന കടത്തനാടിന്റെ കളരിയിൽ KK ശൈലജ ടീച്ചറും ഒപ്പം ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പ്രഫുൽ കൃഷ്ണയുണ്ട്. അടിപൊളി. ഒരു നല്ല കാര്യം പ്ലീസ്. അടുത്തത് നമ്മുടെ ജനാർദ്ദന ചേട്ടന്റെ 2 വ്യത്യസ്തമാർന്ന ശബ്ദങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ. ആദ്യം അദ്ദേഹത്തിന്റെ പഴയകാലത്തെ CBI ഡയറക്ടർ എന്ന സിനിമയിലെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ, നമസ്കാരം. DYSP ദേവദാസ് സാറാണോ? ഞാനാണ് ഔസേപ്പിച്ചതാണ്. എന്റെ പൊന്ന് സാറേ, ആ CBI-കാരന്മാര് 2 ആൽബവുമായി മുകളിലേക്ക് കയറിപ്പോട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. അടിപൊളി. ഈ പുതിയ ശബ്ദം ഉണ്ടോ? പുതിയ ശബ്ദം അദ്ദേഹത്തിന് ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രത്തിലെ ശബ്ദത്തിന്റെ വ്യതിയാനം ഒന്ന് അവതരിപ്പിക്കാം. ഓക്കെ. ഇത് വിശാലത്തിന്റെ അച്ഛന്റെ പ്രതിഭയാ. കേട്ടിട്ടില്ലേ? കടമക്കുടി കൃഷ്ണൻകുട്ടി ഭാഗവതർ കച്ചേരി നടത്തുന്നതിനിടയിൽ പവർ കട്ട് വന്നുപോയി. ആഘാതത്തിൽ ഹാർട്ട് അറ്റാക്ക് അടിച്ച് മരിച്ചുപോയി. പാവം. അടിപൊളി. അടുത്തതായിട്ട് നമ്മുടെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിന്റെ അവതാരകനായ മിഥുൻ ചേട്ടനെയും ടിനി ചേട്ടനെയും ഒന്ന് ഒരുമിച്ച് അവതരിപ്പിക്കാം. ഓക്കെ. കോമഡി ഉത്സവം co-powered by ചാവറ മാട്രിമോണി, സുനിത്ര മാട്രസ് ആൻഡ് ഈസ്റ്റാറിൽ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ അമ്യൂസിംഗ് ആയിട്ടാണ് ആദർശ് പെർഫോം ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു തിരിച്ചാണ് നമ്മുടെ പെർഫോമൻസ്? മിഥുനെ, ഈ ആദർശുണ്ടല്ല വളരെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബീറ്റ് ബോക്സിംഗ് ആയിരിക്കുള്ളൂ. ഇവന്റെ പെർഫോമൻസ് ഉണ്ടല്ല നമ്പർ 1 ആണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അടുത്തെന്താണ്? ഇനി നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് സാറും സലീം കുമാർ ചേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ഓക്കെ. നമസ്കാരം. ദിലീപിനെ സിനിമയിൽ കൊണ്ടുവന്നത് നാദർഷയാണ്. മണീനെ കൊണ്ടുവന്നതും നാദർഷയാണ്. ഇത്രയും ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാദർഷ എന്താണ് സിനിമയിൽ സ്റ്റാർ ആകാതിരുന്നത്?
അധിക ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റുകൾ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഈ എന്ന് കരുതി തുമ്പ ഇപ്പോഴും പഴയ തിരുവനന്തപുരത്ത്. അടിപൊളി. അടുത്തത് ഇനി നമ്മുടെ ലാലു അലക്സ് ചേട്ടനും നെടുമുടി വേണു ചേട്ടനും നമ്മളൊരു കോമ്പോസ് ചെയ്യും. അത് നമ്മുടെ ലാൽ സലാം എന്ന സിനിമയിൽ വരും. അച്ഛോ, വിളിച്ചിട്ടില്ലാതെ ഒത്ത കല്യാണത്തിന് കൂട്ടുന്നതിന് അച്ഛനെ ഞങ്ങൾ പള്ളിയിൽ നിന്നും വിലക്കും. മേടയിൽ കിച്ചിന്റെ മോനായി പറയുന്നത് അവർ ആ കുട്ടി ഒരു വ്യക്തിയല്ല, പള്ളി കൂട്ടായിട്ടുള്ള വിശ്വാസമാ. അതിന്റെ അധിപൻ കർത്താവായ യേശുക്രിസ്തു, അല്ലാതെ മേടയിൽ കിച്ചനല്ല. അന്നക്കുട്ടി, ഞങ്ങൾ പോവാടി. മേടയിൽ കിച്ചൻ ഇനി മുതൽ ഇങ്ങനെയൊരു മോളില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പെങ്ങളുമില്ല. നീ ചത്തുപോയതായിട്ട് കരുതിക്കോളാം മടി ശവമേ, വാടാ. ഓക്കെ, അടിപൊളി. അടുത്തത് ഞാൻ ഏറ്റവും ഒടുവിലായി നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിന്റെ ശബ്ദം ഒടുവിലുണ്ട് കൃഷ്ണൻ. ഓക്കെ, എന്താ നിങ്ങൾ ഈ അടുക്കള കളിക്കണേ? മുരളിപ്പിങ്ങത്തും പ്രഥമലികളുടെ പരിപ്പ് നല്ലോണം മൂത്തോട്ടെ. വയ്യ, അങ്ങോട്ട് വന്നാ കാഴ്ച കാണാൻ എനിക്ക് വയ്യ. താൻ കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കണ്ടോ. അടിപൊളി പ്രതീക്ഷ. എന്തായാലും പ്രതീക്ഷ ഇങ്ങനെ സ്റ്റാർ ചെയ്യുമ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാനൊരു 2-3 സ്റ്റാർ ചെയ്യട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ മലയാളത്തിന്റെ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഒറ്റ സിനിമയിലൂടെ ഒരു കൊമേഡിയൻ എന്ന നിലയിലേക്ക് മാറിയ ഒരു നടനാണ് ബാബുരാജ് എന്ന് പറയുന്ന നടൻ. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലെ കുക്ക് ബാബു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാബുരാജിന്റെ ശബ്ദം തന്നെയായിരിക്കാം. ഞാൻ നമ്മുടെ SBIയിലെ മേനോ സാറിന്റെ വീട്ടിലാണെന്നല്ലോ ആദ്യം. മേനോ സാറിന്റെ മകളെ കാളിദാസൻ സാറ് വീണ്ടാണ് വന്നു. നമ്മുടെ കാളിദാസൻ സാറ് മെനഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എന്തുട്ടാ ഒക്കെ ഞാൻ തന്നെ തിന്നിർത്തു. ഒന്ന് വിളിക്കാനായിട്ട് സാറിന് മൊബൈൽ വാങ്ങിയെടുത്താ, അല്ലെങ്കിലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ല. ശശിയേട്ടാ, 2 രാധാസ്. ഒരു നല്ല കൈഡി. ഇതുപോലെ നമ്മുടെ ഭരത് മമ്മൂക്ക മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന, അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ദുൽഖർ സൽമാന്റെ ശബ്ദം. അദ്ദേഹം കോഴിക്കോട് പശ്ചാത്തലമായിട്ടുള്ള ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ ഫൈസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദുൽഖറിന്റെ ശബ്ദം. ഇങ്ങനെ പണിയോട് പറഞ്ഞു, എന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു ഈ സിറ്റിയിൽ എല്ലാവർക്കും എവിടെയാണ് കഴിഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് കരശത്തിന് ഞാൻ തപ്പിപ്പോ അങ്ങനെ നമ്മൾക്കാണ് പോണ്ട കോളേജ് ഫീസ്, അല്ലെങ്കിൽ ആവിനകത്താണ് പോണ്ട നിക്കാര്, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ നടത്തുന്ന ഉടൽ ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ. ഓ കല്ലുമ്മക്കായ ബാഡ്. ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ലാലേട്ടന്റെ ഇപ്പോഴുള്ള ശബ്ദമല്ല, കുറച്ച് പഴയതാണ്. ചിത്രം എന്ന സിനിമയിൽ ഈ ലാലേട്ടൻ മദ്യപിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ആ ഒരു മദ്യപിച്ചാലുള്ള കഥാപാത്രത്തിന്റെ ഒരു ടോണാണ് ഞാൻ അനുകരിക്കുന്നത് ചിത്രം എന്ന സിനിമയിൽ. മൈ ഡിയർ കല്യാണി, എന്റെ കല്യാണിക്കുട്ടി, പൂമത്തെ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല. ഞാനാണ് തറയെ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരിക്കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എന്റെ മെത്ത ഒഴിഞ്ഞു തരുന്നു. You are a light of my loneliness, love of my heart, you are my desert, of my song, of my kingdom, and I love you, കല്യാണി. ഇതുപോലെ കോഴിക്കോട് നിന്ന് ഒരുപാട് ആളുകൾ മലയാള സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഘനഗാംഭീര്യമുള്ള ഒരു ശബ്ദത്തിനുടമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടനാണ് ജോയ് മാത്യു എന്ന് പറയുന്നത്. ജോയ് മാത്യു. അപ്പൊ അദ്ദേഹത്തിന്റെ ആമേൻ എന്ന സിനിമയിലെ ഫാദർ ഒറ്റപ്ലാക്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോയ് മാത്യുവിന്റെ ശബ്ദം. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപുരുഷൻ പരിശുദ്ധം ധരിക്കുന്നത് ഒരൽപ്പം കടന്ന കയ്യിലെ ഓട്ടോളി. ഇവനെ തുറച്ചു വായിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നീ ഒന്ന് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. താങ്ക് യു പ്രിയമുള്ളവരെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു വേദി ഒരുക്കി തന്ന തിരുവണ്ണൂർ കോട്ടൺ മില്ലിലെ മുഴുവൻ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ മനോഹരമായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് JSS എന്നാണ് പേര്, ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ. ഓക്കെ, നസീർ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്താണ് അതിന്റെ ഓപ്പറേറ്റർ. പിന്നെ മറ്റു സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ടിന് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുക്കണം പ്ലീസ് എല്ലാവരും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു
പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അടിച്ചുപൊളി കുറച്ച് പാട്ടുകളോട് കൂടെ നമ്മുടെ ഈ പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടുത്തെ 1-2 പേരുടെ ഒരു സ്കിറ്റോ എന്തോ പരിപാടികളുണ്ട്. അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ ബാക്കിലുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ നിന്നും വിട്ടുപിരിഞ്ഞ് പോകാൻ പാടുള്ളൂ എന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരിക്കൽ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷൈജു പെരാമ്പ്ര, അതുൽ ജയസ്, വിഷ്ണു, ബബിത് ആൻഡ് സാന്ത്വന.